കൂട്ടുകാരെ, നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നോ? വലിയ മാറ്റങ്ങൾ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ അനേക നാളുകളായി വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. നിങ്ങളുടെ അവസ്ഥ ഇതാണോ? എങ്കിൽ ഈ വീഡിയോ സത്യമായും നിങ്ങൾക്കുള്ളതാണ്. ഒന്നാമതായി ചെറുതായി തുടങ്ങുക. സ്റ്റാർട്ട് സ്മോൾ. ദിവസവും 2 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ 2 പുഷപ്പ് ചെയ്യുക. അടുത്ത 2 ദിവസങ്ങളിൽ 2 എന്നുള്ളത് 3 ആക്കണം. അതായത് 3 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ 3 പുഷപ്പ് ചെയ്യുക. ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങുക. ചെറിയ ചെറിയ വിജയങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. രണ്ടാമതായി ശീലത്തെ വ്യക്തിത്വവുമായി ബന്ധിപ്പിക്കുക. എനിക്ക് വ്യായാമം ചെയ്യണം, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല എന്നതിന് പകരം ഞാൻ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ആളാണ് എന്ന തിരിച്ചറിവ് വളർത്തുക. ഈ ചിന്താഗതി വളരെ ശക്തമാണ്. ഞാൻ വ്യായാമം ചെയ്യുന്നു എന്നതിലല്ല, ഞാൻ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് എന്നതാണ് പ്രധാനമായത്. മൂന്നാമത്തേത് വ്യക്തമായ സൂചന ഉണ്ടാക്കുക. മേക്ക് ഇറ്റ് ഓബിയസ്. അതായത് നടക്കാനാണ് പോകുന്നതെങ്കിൽ ഷൂസ് കാണുന്ന വിധത്തിൽ വയ്ക്കുക. പുഷപ്പാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എക്സസൈസ് മാറ്റ് രാത്രിയിൽ തന്നെ വിരിച്ചിടുക. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇത് ശീലം സ്വാഭാവികമാക്കും. അതായത് എഴുന്നേറ്റാൽ ഉടനെ റെഡിയായി നടക്കാൻ പോകും, അല്ലെങ്കിൽ പല്ല് തേച്ചു കഴിഞ്ഞാൽ ഉടനെ പുഷപ്പ് ചെയ്യും. നാലാമത്തേതാണ് ആകർഷകമാക്കുക. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. വ്യായാമം രസകരമാക്കുക. ഇഷ്ടമുള്ള സംഗീതം കേട്ടുകൊണ്ട് വ്യായാമം ചെയ്യാം. റോഡിന്റെ അരികിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ഇയർഫോൺ വെച്ചിരുന്നാൽ വാഹനങ്ങളുടെ ശബ്ദം കേൾക്കാനാകാതെ അപകടമുണ്ടാകും. അതിനാൽ ശ്രദ്ധിക്കുക. പകരം കൂട്ടുകാരുമായി ചേർന്ന് തമാശകൾ പറഞ്ഞു നടക്കാം. അപ്പോൾ അത് കൂടുതൽ ആകർഷകമാകും. വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടാം. അവരോടൊപ്പം സ്പീഡായിട്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലും അതൊരു മോട്ടിവേഷൻ നൽകും. ഇത് ശീലത്തെ തുടർന്നു കൊണ്ടുപോകുവാൻ സഹായിക്കും. അഞ്ചാമത്തേതാണ് എളുപ്പമാക്കുക. അതായത് മേക്ക് ഇറ്റ് ഈസി. തുടക്കത്തിൽ തന്നെ ഇത് കഠിനമാക്കരുത്. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുക. 2 മിനിറ്റ് റൂൾ ഉപയോഗിക്കാം. അതായത് 2 മിനിറ്റ് ചെയ്താലും മതി, പക്ഷെ നിർബന്ധമായും ചെയ്യണം. പുഷപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മലർന്നു കിടന്നിട്ട് തല പൊക്കി എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുക. ആദ്യമൊന്നും തല പൊക്കാൻ പറ്റില്ല, പിന്നെ തോറ്റു പിന്മാറരുത്. ശ്രമിക്കണം, പിന്നെയും ശ്രമിക്കണം. തല പൊക്കി ഇരിക്കാൻ പറ്റുന്നത് വരെ ശ്രമിക്കണം. ഒറ്റ ദിവസം കൊണ്ട് വേണ്ട, പല ദിവസങ്ങൾ കൊണ്ട് ചെയ്താൽ മതി. പ്രത്യേകിച്ച് മിഡിൽ ഏജ് കഴിഞ്ഞവർക്കും, സ്ത്രീകൾക്കും, സിസേറിയൻ ചെയ്തവർക്കും, പ്രായമുള്ളവർക്കും വയറിന്റെ മസിൽ സ്ട്രോങ് ആകാൻ ഇത് സഹായിക്കും. ഈ എക്സസൈസ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ മലർന്നു കിടന്നിട്ട് തന്നെ ഓരോ കാലുകളായി പൊക്കുക. പതിയെ പതിയെ 2 കാലും ഒരുമിച്ച് പൊക്കുവാൻ ശീലിക്കുക. പല ദിവസങ്ങളായി ഒരു 15 പ്രാവശ്യം ഈ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന വിധം പരിശീലിക്കുക. വയറിന്റെയും കാലിലെയും രക്ത ഓട്ടം കൂടും, മസിൽ സ്ട്രോങ് ആകും. എനിക്ക് സിസേറിയൻ കഴിഞ്ഞ് അനേക വർഷം ചിരിക്കുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വയറ് വേദനിക്കുമായിരുന്നു. ആദ്യമായിട്ട് ഈ എക്സസൈസ് ചെയ്തപ്പോൾ എൻ്റെ കാലും തലയും ഒന്നും അനങ്ങിയതേയില്ല. പതിയെ പതിയെ 4, 5, 6 അങ്ങനെ ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ വയറിന്റെ മസിലൊക്കെ അല്പം സ്ട്രോങ് ആയി. ആ വേദന മാറുകയും ചെയ്തു. പല കട്ടികളും ശരീരത്തിൽ നിന്ന് മാറാൻ എക്സസൈസ് സഹായിക്കും. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം. തുടക്കത്തിൽ 2 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. പതിയെ പതിയെ അത് കൂട്ടി കൂട്ടി കൊണ്ടുവരണം. ആറാമത്തേത് എന്താണ്? തൃപ്തികരമാക്കുക. മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ്. ഉദാഹരണത്തിന്, പേപ്പറിലോ ബുക്കിലോ കോളം വരച്ച് കലണ്ടർ പോലെ ഉണ്ടാക്കി ഓരോ ദിവസവും എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ടിക്ക് ഇടുക. ഇതിനെ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയും. പുരോഗതി ട്രാക്ക് ചെയ്യുക. ഇത് തലച്ചോറിൽ നല്ല അനുഭവം സൃഷ്ടിച്ച് ശീലം ശക്തമാക്കും. ഏഴാമത്തേത് സ്ഥിരതയാണ്. കോൺസിസ്റ്റൻസി ഈസ് ദ കീ. സ്ഥിരതയാണ് വിജയത്തിന്റെ രഹസ്യം. ഒരു ദിവസം കഠിനമായി ചെയ്യുന്നതിനേക്കാൾ ദിവസവും ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ് ഫലപ്രദം. നെവർ മിസ് ട്വൈസ്. അതായത് ഒരു ദിവസം മിസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ 2 ദിവസം മിസ് ചെയ്യരുത്. അത് ഒരു മോശം ശീലത്തിന്റെ ആരംഭമായി പോകും. ഒരു ദിവസം ഒഴിവായി പോയാൽ അടുത്ത ദിവസം ഉറപ്പായും തുടരണം. എട്ടാമത്തേത് പരിസ്ഥിതി മാറ്റുക. ഡിസൈൻ യുവർ എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ശീലങ്ങളെ സ്വാധീനിക്കുന്നു. വ്യായാമത്തിനായി പ്രത്യേകം ഒരു സ്ഥലം ഒരുക്കണം. കുറച്ച് സമയം മാറ്റിവെക്കണം. വളരെ തിരക്കുള്ള ആളാണെങ്കിൽ TV, മീഡിയ ഇവ കാണുന്നത് കുറച്ച് എക്സസൈസ് ചെയ്യണം. ഒൻപതാമത്തേത് പുരോഗതി നോക്കുക. ട്രാക്ക് യുവർ പ്രോഗ്രസ്. ദിവസവും എന്ത് ചെയ്തുവെന്ന് ചെറിയ കുറിപ്പിലോ ഡയറിയിലോ എഴുതുക. ചെറിയ പുരോഗതിയും ശ്രദ്ധിക്കുക. ഇത് മോട്ടിവേഷൻ വർദ്ധിപ്പിക്കും. ഈ 9 കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്താൽ, 2 മിനിറ്റ് ചെയ്താൽ എക്സസൈസ് ചെയ്യുന്നത് ഒരു ശീലമാകും. പിന്നെ പിന്നോട്ട് പോകരുത്. ഡെയിലി ഓരോ പെർസെൻറ്റേജ് കൂട്ടണം. 2 മിനിറ്റിൽ നിന്ന് ആരംഭിച്ച് ദിവസവും പരിശീലിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ പറയാം.
ഈ മുകളിൽ പറഞ്ഞ അത്രയും കാര്യം ശ്രദ്ധിച്ചു ചെയ്യണം. എക്സസൈസിന്റെ ഗുണങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്താം. ദിവസേന ജീവിതത്തിൽ കൂടുതൽ ശാരീരിക ചലനം ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ഇതിനായി ജിമ്മിൽ മണിക്കൂറുകളോളം സമയം ചെലവാക്കേണ്ടതില്ല. ചെറിയ അളവിലുള്ള ചലനങ്ങൾ പോലും സ്ഥിരമായി ചെയ്യുമ്പോൾ അത് ഗുണകരമാണ്. ദീർഘനേരം ഇരിക്കുന്നതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ആധുനിക ജീവിതശൈലിയിൽ ആളുകൾ ദിവസത്തിന്റെ വലിയൊരു ഭാഗം ഇരുന്നാണ് ചെലവഴിക്കുന്നത്. ദീർഘനേരം തുടർച്ചയായി ഇരിക്കുന്നത് ശാരീരിക പ്രവർത്തനത്തിന്റെ കുറവിൽ കാരണമാകും. ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. വ്യായാമം ചെയ്യുന്ന ദിവസങ്ങളിലും ബാക്കിയുള്ള സമയത്ത് മണിക്കൂറുകളോളം ഇരിക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നമാകാം. അതിനാൽ ദിവസത്തിൽ ഒരിക്കൽ മാത്രം വ്യായാമം ചെയ്യുന്നതിനു പകരം ദിവസം മുഴുവനും ശരീരം ചലിപ്പിക്കുന്നത് പ്രധാനമാണ്. ചെറിയ ചലനങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? പടികൾ ഉപയോഗിക്കുക, നടക്കുക, വീട്ടുജോലികൾ ചെയ്യുക, ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിൽക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ ദിവസേനയുള്ള ശാരീരിക ചലനങ്ങൾ വർദ്ധിപ്പിക്കും. ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് വലിയ ആരോഗ്യ ഗുണങ്ങൾ നൽകും. നടക്കുക. നടത്തം ഏറ്റവും ലളിതമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ദിവസേന നടക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും മാനസികാവസ്ഥ ഉയർത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. ഫോൺ വിളികൾക്കിടെ നടക്കുക, ചെറിയ ദൂരങ്ങൾക്ക് വാഹനത്തിനു പകരം നടക്കുക തുടങ്ങിയ രീതികളിലൂടെ നടത്തം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയും. കൂടുതൽ നടക്കുക. ദിവസവും 10,000 ചുവടുകൾ ലക്ഷ്യമിടുക. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ന്യൂസിലൻഡിലെ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ എല്ലാ ദിവസവും ഒരു 10,000 സ്റ്റെപ്സ് നടക്കുമായിരുന്നു. ദിവസവും കുറഞ്ഞത് 10,000 ചുവടുകൾ നടക്കുക എന്നത് ശാരീരിക പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ ലക്ഷ്യമാണ്. നടത്തം മാത്രം മോശം ഭക്ഷണശീലങ്ങളെ പരിഹരിക്കില്ലെങ്കിലും കൂടുതൽ ചലനത്തിലേക്കുള്ള എളുപ്പമുള്ള തുടക്കമാണിത്. സ്ഥിരമായ നടത്തത്തിന് കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് ഒന്നാമത്തേത് ആൽഷിമേഴ്സ് രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു, ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു, മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു, ഹൃദയാഘാതത്തിന്റെയും കാർഡിയക് അറസ്റ്റ് പക്ഷാഘാതത്തിന്റെയും സ്ട്രോക്കിന്റെയും സാധ്യത കുറയ്ക്കുന്നു. ടൈപ്പ് 2 പ്രമേഹം, അതായത് ഇന്നത്തെ മുതിർന്ന ആളുകൾ കാണുന്ന പ്രമേഹത്തിന്റെ സാധ്യതയും കുറയ്ക്കുന്നു. അതുകൊണ്ട് 10,000 സ്റ്റെപ്സ് 10,000 ചുവടുകൾ നടക്കാൻ ശ്രമിക്കുക. ചുവടുകൾ തോന്നുന്നതിലും എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഏകദേശം 1000 ചുവടുകൾ നടക്കാൻ 10 മിനിറ്റ് മാത്രം മതിയാകും. ഓരോ മണിക്കൂറിലും കുറഞ്ഞത് ഒരിക്കൽ എഴുന്നേറ്റ് നടക്കുക. ലിഫ്റ്റിന് പകരം പടികൾ ഉപയോഗിക്കുക. പൊതുഗതാഗതങ്ങളിൽ ലക്ഷ്യസ്ഥാനത്തിന് ഏതാനും സ്റ്റോപ്പുകൾ മുമ്പ് ഇറങ്ങി നടക്കുക. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നടക്കുക. ദൈനംദിന ജീവിതത്തിൽ ചലനം ഉൾപ്പെടുത്തുക. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ രോഗികളെ ചികിത്സിക്കുമ്പോൾ പബ്ലിക് അഡ്രസ് വഴി ഫോണിലൂടെ വിളിക്കുന്നതിന് പകരം നേരിട്ട് അവരുടെ അടുത്തേക്ക് നടക്കുന്നത് തന്നെ ദിവസം ചുവടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഓഫീസിൽ സഹപ്രവർത്തകരോട് ഇമെയിൽ അയക്കുന്നതിന് പകരം നേരിട്ട് അത് സംസാരിക്കുമ്പോൾ നമ്മുടെ ചലനം വർദ്ധിപ്പിക്കും. പ്രഭാത നടത്തം അത് വളരെ നല്ലതാണ്. രാവിലെ നടക്കുന്നത് പ്രത്യേകിച്ച് ഗുണകരമാണ്. പ്രഭാതത്തിലെ പ്രകാശം ശരീരത്തിന്റെ സർക്കേഡിയൻ റിതം ക്രമീകരിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. രാവിലെ നടത്തം ഉറക്കശീലവും മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് കൂടുതൽ നടക്കുക, വ്യായാമം ചെയ്യുക, ശക്തരാവുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കേൾക്കുക മാത്രമല്ല, ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ ആ ഒരു 2 മിനിറ്റ് എക്സസൈസ് തുടങ്ങും. രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ, നല്ല ശീലങ്ങൾ ഉണ്ടാകട്ടെ, ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിക്കട്ടെ. നിങ്ങളും ആരോഗ്യകരമായ ജീവിതത്തിന്റെ തുടക്കം ഇന്നാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിശ്ചയമായും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ.